നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മുടെ രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറാണിത്. രണ്ട് സ്കൂട്ടറും ഇലക്ട്രിക് ആണ്. ഒന്ന് സ്ലോ സ്പീഡ് വണ്ടിയാണ്, പ്യുവർ EV എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ട്രാൻസ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇത് സ്ലോ സ്പീഡ് വണ്ടിയാണ്. ഇതിന് രജിസ്ട്രേഷനോ ഡ്രൈവിംഗ് ലൈസൻസോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു മോഡൽ വണ്ടിയാണിത്. ഇത് കൊമാക്കി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വെനീസ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇത് രജിസ്ട്രേഷനും ഡ്രൈവിംഗ് ലൈസൻസും എല്ലാം ആവശ്യമുള്ള ഒരു മോഡൽ വണ്ടിയാണ്. 80 കിലോമീറ്റർ വരെ സ്പീഡിൽ ഓടിക്കാവുന്ന ഒരു മോഡല്. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രിക് വണ്ടികൾ ഈ വണ്ടി ഒരു 4 വർഷത്തിലധികം ഉപയോഗിക്കുന്നു, മറ്റേ വണ്ടി ഒരു 3 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മറ്റൊരു വണ്ടി ഒരു വാഹനം കൂടി ഇപ്പോൾ ഇലക്ട്രിക്കിൻ്റെ ഇപ്പോൾ വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്. അതിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ അത്ര പരിചിതമല്ലാത്തൊരു വാഹനമാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആദ്യത്തെ വാഹനമായിരിക്കും. ഇതിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഈ വണ്ടിയുടെ വീഡിയോ ഒന്നും ഇതുവരെയും കണ്ടിട്ടില്ല. ഇതാണ് ആ വണ്ടി. ഇതൊരു ലോഡിംഗ് വണ്ടിയാണ്, ഇലക്ട്രിക് ലോഡർ എന്ന് പറയും ഇതിന്. തമിഴിലും ഹിന്ദിയിലൊക്കെ കാണുന്നുണ്ട്, ഇതിൻ്റെ വീഡിയോകളൊക്കെ കാണുന്നുണ്ട്. കേരളത്തിലൊന്നും ഈ വീഡിയോ എവിടെയും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വണ്ടി ആയിരിക്കാം. അപ്പോൾ ഈ വണ്ടീനെ ഒന്ന് പരിചയപ്പെടുത്താനാണ്. ഇതിപ്പോൾ ഒരു ദിവസമായിട്ടുള്ളൂ, വാങ്ങിയിട്ട് ഒരു ദിവസമായിട്ടുള്ള വണ്ടി. ഇത് ഇയോക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഒരു വണ്ടിയാണ്. ഡൽഹിയിൽ നിന്ന് വരുത്തിയതാണ്. ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഡൽഹിയിൽ നിന്ന് വരുത്തിയ ഒരു വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തെ പരിചയപ്പെടുത്താവുന്ന ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ പോലെ തന്നെയാണ്, പക്ഷേ ഇതിന് 3 വീൽ, ബാക്കിൽ 2 വീലുണ്ട്, ഫ്രണ്ടിൽ 1, 3 വീലുള്ള ഒരു വാഹനമാണ്. ഇതിനൊരു കാർഗോ ബോക്സും ഉണ്ട്. ഇത് പാസഞ്ചർ ടൈപ്പ് വേറെ ചില മോഡലുകളുണ്ട്. ഇത് കാർഗോ ആണ്. അപ്പോൾ ബാക്കിൽ ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. അതുപോലെ ബാക്കിയെല്ലാം നോക്കിയാൽ ഇവിടെ സാധാരണ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സെയിം മോഡൽ തന്നെയാണ്. ഇതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് കമ്പനി പറയുന്നത് 500-600 കിലോ വരെ ലോഡിങ് കപ്പാസിറ്റിയാണ് പറയുന്നത്. നമ്മൾ ഫുൾ ലോഡൊന്നും ടെസ്റ്റ് ചെയ്തില്ല. ഇതിൻ്റെ ഇപ്പോൾ ബോക്സ് ഒരു ലെങ്ത്ത് നോക്കിയാൽ ഒരു 2.5 അടി ലെങ്ത്തും 30 ഇഞ്ച് ലെങ്ത് ഉണ്ട്. വീതി ഒരു 31 ഇഞ്ച്, 2.5 അടി, ഒരു 7 ഇഞ്ച് ഹൈറ്റ് ആണ് ഇതിപ്പോൾ കമ്പനി വരുന്ന ബോക്സ് ഇങ്ങനെ വരുന്നത്. നമുക്ക് പിന്നെ കൂടുതൽ ആവശ്യങ്ങൾ സാധനങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ ഹൈറ്റ് നമുക്ക് കുറച്ച് ലെവൽ വരെ അങ്ങനെ ഹൈറ്റ് കൂട്ടാം. നമുക്ക് ലോഡ് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 500 കിലോ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ചാക്ക് സിമെൻ്റ് ഒക്കെ വേണമെങ്കിൽ വെച്ച് കൊണ്ടുപോകാവുന്ന ലോഡിങ് കപ്പാസിറ്റി ഉണ്ട്. നല്ല പവറുണ്ട്, ടോർക്കും നല്ല പോലെ ഉണ്ട്. സ്പീഡ് ഒരു 25-30 താഴെ ഇതിന് സ്പീഡ് വരുന്നുള്ളൂ. അതുകൊണ്ട് ഇതിന് രജിസ്ട്രേഷനൊന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കമ്പനി അങ്ങനെ പറഞ്ഞ് തന്നെയാണ് ഇതിനെ വിൽക്കുന്നത്. നമ്മൾ പിന്നെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ റോട്ടിൽ ഓടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് വാങ്ങിയ വാഹനമല്ല ഇത്. നമ്മുടെ കൃഷി സ്ഥലത്ത് ആവശ്യത്തിന് പറമ്പിൽ തേങ്ങ വളമോ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറമ്പിലേക്ക് കൊണ്ടുപോകാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്. മുമ്പ് നമ്മൾ അർബാന എന്ന് പറഞ്ഞാൽ കയ്യിൽ തള്ളിക്കൊണ്ടുപോകുന്ന വാഹനം ഇതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇതാകുമ്പോൾ മോട്ടറൈസ്ഡ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ പറമ്പ് ഇവിടുന്ന് താഴോട്ടാണ് കൃഷിസ്ഥലം നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ കയറ്റം തള്ളിക്കൊണ്ടുവരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വണ്ടി വാങ്ങിയത്. അപ്പോൾ ഈ അർബാനയുടെ തന്നെ ഇലക്ട്രിക് മോഡല് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനും ഈ ഒറ്റ വീല് മാത്രമേ ഉള്ളതിന് 1 ലക്ഷത്തിലധികം വിലയാണ് പറയുന്നത്. പക്ഷേ ഇത് 3 വീല് ഇത്രയും സൗകര്യമുള്ള വണ്ടിക്ക് ഇപ്പോൾ 1 ലക്ഷം ആകുമ്പോൾ അധികം വിലയല്ല അത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ. അപ്പോൾ മറ്റു പല ബ്രാൻഡുകളും കാണുന്നുണ്ട് ഇതിലേറെ വിലയായിട്ട്. 1,60,000 വില തമിഴ്നാട്ടിലുള്ള പല ബ്രാൻഡുകളുടെയും വില കാണുന്നുണ്ട്. 1,60,000 വിലയുണ്ട്. ഇത് പക്ഷേ 1 ലക്ഷം നമുക്കിതിന് വിലയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡൽഹിയിൽ നിന്നായാലും കുറച്ച് ബുക്ക് ചെയ്ത് 1 മാസം സമയമെടുത്തു ബുക്ക് ചെയ്തിട്ട് വണ്ടി കിട്ടാനായിട്ട്. എന്നാലും വണ്ടി നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഏത് ബ്രാൻഡ് നോക്കുമ്പോഴും നോക്കിയാലും അത് ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇതിൽ വ്യത്യാസമൊന്നും കാണുന്നില്ല. എല്ലാം ഡിസൈനും മെറ്റീരിയലും എല്ലാം സെയിം തന്നെയാണ്. പല പേരിൽ കമ്പനികൾ ഇറക്കുന്നുണ്ടെങ്കിലും മെറ്റീരിയലും എല്ലാം സെയിം തന്നെയാണ് കാണുന്നത്. ബോക്സും ഷേപ്പും എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നതെല്ലാം പ്രൊഡക്ഷൻ ഒന്നുകിൽ ചൈനയിൽ നിന്നോ അല്ല ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും എല്ലാവരുടെയും പ്രൊഡക്ഷനൊക്കെ ഒരേ ഭാഗത്തുനിന്നായിരിക്കും. പല ബ്രാൻഡിൽ ഇവർ വിൽപ്പന നിർത്തുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. ഒന്നിനും ഒരു മാറ്റം കാണുന്നില്ല. എല്ലാം ഒരുപോലെ തന്നെയാണ്. ലോഡിങ് കപ്പാസിറ്റി, മോട്ടറും എല്ലാം ഒന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഇതിനെ അടുത്തൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഇതിൻ്റെ ഇഗ്നിഷൻ കീ വരുന്നത്. ഇതിൻ്റെ കൂടെ റിമോട്ടും ഉണ്ട്. നമുക്കിത് ലോക്ക് അൺലോക്കൊക്കെ റിമോട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ അൺലോക്കാണ്, ഇത് ലോക്കാണ്. ഇപ്പോൾ ലോക്ക് ചെയ്താൽ വണ്ടി പിന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആരെങ്കിലും എടുക്കാനൊക്കെ ഇളക്കുകയോ ഒക്കെ ചെയ്താൽ അലാം അടിക്കും. നമുക്ക് രാത്രിയൊക്കെ ലോക്ക് ചെയ്ത് നിർത്തുമ്പോൾ സേഫായിട്ട് നിർത്താം.
ഇതിപ്പോൾ ഹാൻഡ് ബ്രേക്ക്, ഇതിൽ പാർക്കിംഗ് ബ്രേക്കും ഉണ്ട് രണ്ട് സൈഡും. അപ്പോൾ ഇതിങ്ങനെ അമർത്തി ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ വണ്ടി ഇറക്കത്തിലൊക്കെ ചെരുവിലൊക്കെ ആണെങ്കിൽ വണ്ടി മൂവ് ചെയ്യില്ല. അത് പാർക്കിംഗ് ബ്രേക്ക് രണ്ട് സൈഡിലും ഉണ്ട്, രണ്ട് വീലിനും. ഇതിന്റെ 3 വീലിനും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്, ഡ്രം ബ്രേക്ക് അല്ല, എല്ലാം ഡിസ്ക് ബ്രേക്ക് തന്നെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി തന്നെയാണ് ഇവര്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി മൂവ് ചെയ്താൽ തന്നെ, ഇളകിയാൽ തന്നെ ഇത് അലാം അടിക്കും. ഇനി കണ്ടിന്യൂസ് മൂവ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് അലാം അടിക്കും ചെയ്യും. വീലുകളൊക്കെ ലോക്കാവും, പിന്നെ തള്ളിയാൽ നീങ്ങില്ല. ഇനി ഇത് എത്ര തള്ളിയാലും വണ്ടി നീങ്ങില്ല. ഇതിപ്പോൾ അലാം അടിക്കുന്നു. ഇതിപ്പോൾ പോകണമെങ്കിൽ നമുക്ക് അൺലോക്ക് ചെയ്യണം. അൺലോക്ക് ചെയ്താൽ മാത്രമേ നിൽക്കുള്ളൂ. ഇനി തള്ളിയാൽ നമുക്ക് തള്ളി കൊണ്ടുപോകാം. അപ്പോൾ ലോക്ക് ചെയ്താൽ വണ്ടി അങ്ങനെ പെട്ടെന്നൊന്നും എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. വണ്ടി ഉയർത്തി കൊണ്ടുപോകേണ്ടി വരും, തള്ളിക്കൊണ്ട് ഓടിച്ചു കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സെക്യൂരിറ്റി സിസ്റ്റം അതെല്ലാം വരുന്നുണ്ട്. എല്ലാം 2 റിമോട്ട് 2 കീയും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇഗ്നിഷൻ ഒന്ന് ഓൺ ആക്കി നോക്കാം. അതിൻ്റെ ഡിസ്പ്ലേ ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ റിഫ്ലക്ഷൻ കാരണം അത്ര ക്ലിയർ ആവില്ലായിരിക്കും. അപ്പോൾ ബാറ്ററിയുടെ ഇതാണ് കാണിക്കുക. ചാർജ് എത്ര ലെവൽ, മൊബൈലിലെ പോലെ തന്നെ. പിന്നെ എത്ര കിലോമീറ്റർ ഓടിയുന്നു, സ്പീഡോമീറ്ററും ആണ് കാണിക്കുന്നത്. അതുപോലെ ഇത് മോഡുകളുണ്ട്, സ്പീഡിന് മോഡുകൾ 3 മോഡുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് മോഡാണ് ഇതിൽ കാണിക്കുന്നത്. അതിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത്, സെലക്ടർ 1, 2, 3. അപ്പോൾ ഇതിനനുസരിച്ച് ഇതിൽ 3 മോഡ് ഡ്രൈവിംഗ് മോഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മീറ്ററിൽ ഒരു ഇത് കാണുന്നത് ഓവറായിട്ടാണ് റീഡിങ് ഒക്കെ, സ്പീഡും കിലോമീറ്ററും എല്ലാം കുറച്ച് ഓവറായിട്ടാണ് കാണിക്കുന്നത്. അത് പല ഇലക്ട്രിക് ബൈക്കുകളിൽ പലതിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ചൈനീസ് ഇതിൽ മുഴുവനും അങ്ങനെ ആക്യുറേറ്റ് ആകാറില്ല. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 20-22 കിലോമീറ്ററാണ് ഫസ്റ്റ് മോഡല്, ഒരു 30-35 കിലോമീറ്റർ തേർഡ് മോഡലും സ്പീഡ്. അപ്പോൾ ഇതിനകത്ത് പക്ഷേ കാണിക്കുക ഒരു 50 കിലോമീറ്റർ ഒക്കെ സ്പീഡ് കാണിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു വണ്ടി കൂടെ വെച്ച് നോക്കിയപ്പോൾ ഒരു 30 കിലോമീറ്ററൊക്കെ ഇതിന് സ്പീഡുള്ളൂ. അത്ര തന്നെ ഇതിന് ആവശ്യമുള്ളത്. സ്ലോ സ്പീഡ് നമ്മൾ കാർഗോ സാധനങ്ങൾ കൊണ്ടുപോകാനാണ്. അപ്പോൾ ഓവർ സ്പീഡ് റോഡിൽ കൂടെ അധികം പോകാനല്ലോ. ഇതുപോലെ കമ്പനിക്കകത്തോ ഫാം ഹൗസിനകത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ഇങ്ങനെയുള്ളത് വളരെ ഉപയോഗപ്രദമാണ്. വെറുതെ നമ്മൾ പെട്രോൾ ഇതൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ സൗകര്യപ്രദമാണ്. അപ്പം ഇതിന് ഒരു സാധനങ്ങളൊക്കെ ഒരു ബാസ്ക്കറ്റ്, ഇതെല്ലാം നല്ല ഹെവിയാണ്. വണ്ടി മൊത്തം എല്ലാ പാർട്സുകളും നോക്കിയാൽ വളരെ സ്ട്രോങ് തന്നെയാണ്. ഇത് ഒന്നും ലൈറ്റ് ആയിട്ടൊന്നും അല്ല അവരുണ്ടാക്കിയിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സസ്പെൻഷനൊക്കെ നല്ല സ്ട്രോങ് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ 2 മിറർ ഇതിൽ അഡീഷണൽ ഒന്നും ഫിറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഇതിന്റെ കൂടെ തന്നെ ഉള്ള പാർട്സുകൾ തന്നെയാണ്. വീലൊക്കെ വലിയ ഹെവി വീലുകൾ തന്നെയാണ്. തീരെ ലൈറ്റ് സ്കൂട്ടറുകളുടെ ഒക്കെ പോലെ അത്രയും ലൈറ്റ് അല്ല, കുറച്ച് വലിയ സൈസ് തന്നെയാണ് ടയറുകളൊക്കെ വരുന്നത്. 15 ടയറാണ്, 3 15 ടയർ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ സ്വിച്ചുകളൊക്കെ ഇവിടെ 3 മോഡിനുള്ള സ്വിച്ച് വരുന്നുണ്ട്. ഇത് ഹെഡ്ലൈറ്റിനുള്ളതാണ്, പാർക്ക് ലൈറ്റ് ഉണ്ട്, ഹെഡ്ലൈറ്റ് ഉണ്ട്. ഇത് പിന്നെ ആവശ്യം വരുന്നില്ല. ഒരു സർവീസ് മോഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ഇതിൽ ആവശ്യം വരില്ല. കീ ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓൺ ആകും. ഇത് ഡിമും ബ്രൈറ്റ് ആണ്. ഇത് ഇൻഡിക്കേറ്ററുകളും ഇതിനുണ്ട്. പിന്നെ ഇത് ഫോണുണ്ട്, റിവേഴ്സ് മോഡുണ്ട്. ഇത് നമുക്ക് റിവേഴ്സും ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് തള്ളിക്കൊണ്ട് തിരിക്കാനൊന്നും എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം എത്ര ലോഡ് ഉണ്ടെങ്കിലും ഇത് നല്ല പവറിൽ തന്നെയാണ് റിവേഴ്സ് വരും. മറ്റു പല സ്കൂട്ടറുകളുടെ ആണെങ്കിൽ വളരെ സ്ലോവിലാണ് റിവേഴ്സ് വരിക. പക്ഷേ ഇത് അങ്ങനെയല്ല, നല്ല പവറിൽ ഫുൾ ഫ്രണ്ടിലേക്ക് പോകുന്ന അതേ പവറിൽ തന്നെ ബാക്കിലേക്കും വരും. അതുകൊണ്ട് ഇത് തിരിച്ചെടുക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ചെറിയ 2 സ്റ്റോറേജ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അവർ. വല്ല മൊബൈൽ മാതിരി എന്തെങ്കിലും ചെറിയ ഐറ്റങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കണമെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ആണ് ഈ ബോക്സ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഫ്രെയിം മെറ്റലിൻ്റെ ഫ്രെയിമാണ്, മൊത്തം ഇരുമ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഈ ബാസ്ക്കറ്റും പുറകിലും ഇത് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് സീറ്റിനകത്ത് സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ ഇവിടെ കീയിട്ട് ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ, വല്ല റെയിൻകോട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിപ്പോൾ ഓപ്പൺ ബോഡി ആയതുകൊണ്ട് നമുക്ക് വല്ല മഴയൊക്കെ വന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഉള്ള ഇവിടെ കീയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. തുറന്നാൽ ഇവിടെ കുറച്ച് ഇപ്പോൾ ഇതിൻ്റെ ചാർജർ വേണമെങ്കിൽ ചാർജർ സൂക്ഷിക്കാം. അങ്ങനെയുള്ള കുറച്ച് ചെറിയൊരു സ്റ്റോറേജ്. ഇതിൻ്റെ MCB ബാറ്ററിയുടെ കട്ട് ചെയ്യുന്ന MCB ഇതിനകത്താണ് വരുന്നത്. അപ്പം അങ്ങനെ ചെറിയൊരു സ്റ്റോറേജ് അവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്താണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഇത് ഇത്രയും ബാറ്ററി കമ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ അത് തുറക്കണമെങ്കിൽ നമുക്ക് ഇവിടെ മറ്റൊരു കീ ഇത് വരുന്നുണ്ട്. ഇതിനകത്ത് കീയിട്ട് തുറന്ന് നമുക്ക് ഈ പോർഷൻ അങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിനകത്താണ് ബാറ്ററി. ഇതിനകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട്. വളരെ ചെറിയൊരു സ്പേസ് ബാറ്ററിക്ക് വേണ്ടി എടുത്തിട്ടുള്ളൂ. ബാക്കി ഒരുപാട് സ്പേസ് ഉണ്ട് വേണമെങ്കിൽ. അപ്പോൾ നമുക്ക് ബാറ്ററി കപ്പാസിറ്റി കൂട്ടണമെങ്കിലൊക്കെ ഇതിപ്പോൾ ഇവരുടെ 3 ഓപ്ഷനാണ് ഇവർ ബാറ്ററിക്ക് പറയുന്നത്.
ഇത് 30H ബാറ്ററിയാണ്. ഇനി 40 ഉണ്ട്, 50 ഉണ്ട്. ഇത് 60 വോൾട്ടിന്റെ സിസ്റ്റം ആണ്. ഇത് 60 വോൾട്ട് 30H ആണ്. അപ്പോൾ 1.8 കിലോ വാട്ട് ആണ് ഈ ബാറ്ററി വരുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 50 കിലോമീറ്റർ റേഞ്ചാണ്. ഏകദേശം അത്ര കിട്ടുന്നുണ്ട്, ഓടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മോഡല് ലോഡില്ലാണ്ട് ഓടിക്കുമ്പോൾ ഫുൾ ചാർജിൽ ഒരു 50 കിലോമീറ്റർ മാക്സിമം റേഞ്ച് കിട്ടുന്നത്. ഇനി നമുക്ക് കൂടെ റേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അവർ ഓപ്ഷൻ തരുന്നുണ്ട്. നമുക്ക് 40Hന്റെ ബാറ്ററി വേണമെങ്കിൽ ഉണ്ട്, 50Hന്റെയും വരുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ വില 1 ലക്ഷമാണ് ഇതിന് വരുന്നത്. മറ്റേ ആകുമ്പോൾ 40H ആകുമ്പോൾ 1.20, 50H ആകുമ്പോൾ 1,40,40,000 രൂപയോളം വില മാറ്റം വരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് റേഞ്ച് കൂടും. സ്പീഡും ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. മോട്ടർ ഇത് 1200 വാട്ട്സ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മോട്ടർ വരുന്നത് ഈ വീലിൻ്റെ അടിയിലാണ് വരിക. ഇതാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിന് ഇവിടെ ഒരു ഹൗസിങ് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞ സിസ്റ്റം കൂടി ഉണ്ട്. 2 വീലിനും നമുക്ക് ടേണിങ്ങിനൊക്കെ നമുക്ക് സഹായിക്കും. അതിപ്പോൾ സെപ്പറേറ്റ് സ്പീഡ് വേണം വണ്ടി തിരിഞ്ഞു വരുമ്പോൾ. ആ ഡിഫറൻഷ്യൽ ഇല്ലാന്ന് നേരിട്ട് ആക്സിലിൽ കൊടുത്താണെങ്കിൽ വണ്ടി തിരിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാവും, വണ്ടി തിരിഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ ഡിഫറൻഷ്യലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് തിരിക്കാനും വളരെ എളുപ്പമാണ്, കൺട്രോൾ ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇതിന്. പിന്നെ ഇതിൻ്റെ ബാറ്ററി നമുക്ക് ഇവിടെ കാണാം. ബാക്കിയുള്ള വയറിങ് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെയാണ് സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴ നനയോ വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ അതിൻ്റെ വയറിങ്ങും ചാർജ് കൺട്രോളറൊക്കെ അതിനകത്ത് തന്നെയാണ് എല്ലാം വരുന്നത്. പിന്നെ ഹാൻഡിൽ ബാറൊക്കെ പ്ലേറ്റിങ്ങും ഇതെല്ലാം നല്ല സ്ട്രോങ് ആണ്, നല്ല ക്വാളിറ്റി തന്നെയാണ് മെറ്റീരിയലൊക്കെ. ഇപ്പോൾ ഈ 2 മിറർ വരുന്നുണ്ട്. സീറ്റൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് വേണ്ട എല്ലാം, അതിപ്പോൾ ഈ മഡ് ഗാർഡൊക്കെ മെറ്റൽ തന്നെയാണ്, ഒന്നും ഫൈബറൊന്നുമല്ല, ഒക്കെ മെറ്റലിൻ്റെ പാർട്ടുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്നും റഫ് യൂസിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇനി പോലെ വല്ലതും തട്ടി പൊട്ടി പോകുന്നോ ഒന്നും നോക്കണ്ട. ഇടയ്ക്ക് ചിലപ്പോൾ മെറ്റലാണ്, ഇത് ഇരുമ്പാണ്. അപ്പോൾ ഒന്ന് പെയിന്റ് പോകുമ്പോൾ ഇടയ്ക്കൊന്ന് പെയിന്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയോ. നമുക്ക് പാടത്തും പറമ്പിലൊക്കെ ഇപ്പോൾ കമ്പനിക്കുള്ളിലോ അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഇതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. റഫായിട്ട് യൂസ് ചെയ്തുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ കാല് വെച്ച് ഇരിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഹൈറ്റ് വളരെ കുറവാണ്, ഇവിടെ ചേർന്നാണ് വരുന്നത്. അപ്പോൾ അത് കൂടുതൽ നേരം ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിൽ 2 സൈഡിലും ഇങ്ങനെ ഫുഡ് റെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ കാല് വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റ് കിട്ടും. അതേപോലെ ഈ കാർഗോ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ സാധനങ്ങൾ വെച്ച് കെട്ടണമെങ്കിൽ ഇവിടെയൊക്കെ ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഹുക്കിൽ കയറിട്ട് കെട്ടണമെങ്കിൽ കെട്ടാം. ഇതിലൊക്കെ കയറിട്ട് നമുക്ക് സാധനങ്ങൾ വെച്ച് കെട്ടാം. വിറകോ സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും ബോക്സോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ റോപ്പ് ചെയ്ത് ഇതിങ്ങനെ കെട്ടി വെച്ച് കൊണ്ടുവരാം. അതുപോലെ ഈ ബോക്സ് സൈഡ് ഓപ്പൺ 3 സൈഡും ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാവുന്ന ബോക്സാണ്. ഓപ്പൺ പ്ലാറ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇതിങ്ങനെ എല്ലാ സൈഡും 3 സൈഡും ഓപ്പൺ ചെയ്യാം, സാധനങ്ങൾ ഇറക്കാൻ ഇതിനൊക്കെ സൗകര്യത്തിന് വേണമെങ്കിൽ. അതുപോലെ ഇതിൽ കുറച്ച് എന്തെങ്കിലും വെച്ച് ഹൈറ്റ് കൂട്ടിയാൽ നമുക്ക് കൂടുതൽ സാധനങ്ങൾ വെക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നാളികേരൊക്കെ നമ്മൾ വെച്ച് നോക്കി. ഇതിനകത്ത് ഇപ്പോൾ ഒരു 40 എണ്ണൊക്കെയാണ് ഈ കണ്ടീഷനിൽ ഇപ്പോൾ ഇതിൽ കൊള്ളുന്നത്. അപ്പോൾ നമുക്ക് ഒരു 50-100 ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റ് കൂട്ടിയാൽ, അതുപോലെ ഒരു 5-10 ഫ്രണ്ടിലെ ബോക്സിനകത്തും പറ്റും. ആ ബാസ്ക്കറ്റിനകത്ത് ഒരു 5-10 കൊള്ളും, ഇവിടെ ഒരു 10-40. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു 10-50 ആണ് ഇതിന് കൊള്ളുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു വണ്ടിയൊക്കെ ഇത്രയും ലോഡിങ് കപ്പാസിറ്റി ഉള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇതൊരു കുറച്ച് ഹൈറ്റ് കൂട്ടി നമുക്ക് കൂടുതൽ സാധനങ്ങൾ വയ്ക്കാവുന്ന രീതി. നമുക്ക് മെയിനായിട്ട് ആവശ്യം നാളികേരൊക്കെ പറമ്പിൽ നിന്ന് കൊണ്ടുവരികയാണ് ആവശ്യം വരുന്നത്. അപ്പോൾ ഇതിന് ഇത്ര പോരാ, ഈ സൈസ് പോരാ. അപ്പോൾ അതെന്തായാലും കുറച്ച് ഏകദേശം ഒരു ഈ ഹൈറ്റ് കുറച്ചും കൂടി നമ്മുടെ സൗകര്യത്തിന് ഹൈറ്റ് കുറച്ച് കൂട്ടി നമ്മുടെ അപ്പോൾ അതിൽ ഒരു ക്ലാമ്പ് വെച്ച് വല്ല നെറ്റോ അല്ലെങ്കിൽ മെറ്റൽ ഷീറ്റ് തന്നെ, ഇപ്പോൾ ഒരു മെറ്റൽ ഷീറ്റ് തന്നെയാണ് ഉപയോഗിച്ചത്. ഇതുപോലെ ഷീറ്റ് തന്നെ വെച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പാർക്ക് ലൈറ്റ് ആണ് ഇപ്പോൾ ഓണായി നിൽക്കുന്നത്. പാർക്ക് ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈറ്റ് കത്തുന്നത് കാണാം. ഒറ്റ സെൻറ്ററിൽ വരണേ ഉള്ളൂ, 2 സൈഡായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ അവിടെ 2 സൈഡിലും സെപ്പറേറ്റ് ഇൻഡിക്കേറ്ററും കാണാം. അത് നല്ല ലൈറ്റുള്ള ഇൻഡിക്കേറ്റർ തന്നെയാണ്. ഇതിപ്പോൾ റോഡിലേക്ക് ഓടിക്കുകയാണെങ്കിൽ ഇതൊക്കെ ആവശ്യം വരുന്നുള്ളൂ. നമ്മളിപ്പോൾ
ഉള്ളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. മെയിൻ റോഡിലൊക്കെ രാത്രിയൊക്കെ പോകുന്ന ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഇൻഡിക്കേറ്ററും ഈ വക കാര്യങ്ങളൊക്കെ ആവശ്യം വരും. നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും ഇവിടെ വലിയ ആവശ്യമുള്ള കാര്യമല്ല. അതുപോലെ ഇതിന്റെ ബ്രാൻഡിങ് ഇവിടെ ഒരു സൈഡിലൊരു സ്റ്റിക്കറാണ് വരുന്നത്. ഇതാണ് ഇയോക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. ഇത് ആമസോണിൽ ഇത് ബുക്ക് ചെയ്യാൻ പറ്റും, സൗകര്യമുണ്ട്. ആമസോൺ വഴി നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് അവരുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വഴിയായിട്ട് ഡയറക്റ്റ് ആണ് നമ്മൾ ആമസോണിൽ നിന്നല്ല എടുത്തത്. ആമസോണിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് അതിൽ കാണുന്നതിനേക്കാളും കുറച്ച് ചെറിയൊരു ഡിസ്കൗണ്ട് നേരിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ പല ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. ഇതിന് പിന്നെ സസ്പെൻഷനും ബാക്കിൽ വരുന്നുണ്ട്. ലീഫ് സ്പ്രിംഗ് ആണ് വരുന്നത്. ഒരു ലീഫ് സെറ്റോട് കൂടിയ ഒരു സസ്പെൻഷനാണിത്. ഹെവിയാണിത്. മോട്ടറും നല്ല പവറുള്ള മോട്ടർ തന്നെയാണ്. ആവശ്യത്തിനുള്ള സ്പീഡും ടോർക്കും നമ്മുടെ ആവശ്യത്തിന് ധാരാളമാണ് അത്. ഇപ്പോൾ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് വലിയൊരു പിക്കപ്പ് വണ്ടി ഓട്ടോറിക്ഷയൊക്കെ വാങ്ങുന്നതിനേക്കാളും ചെറിയ ആവശ്യങ്ങൾ ചെറുതാണെങ്കിൽ നമുക്കിത് ധാരാളമാണ് ഈ വണ്ടി. ഇതിന്റെ ബോക്സിന്റെ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 2.5 അടിയുടെ ലെങ്ത്തും വിഡ്ത്തും ആണ്, 7 ഇഞ്ച് ഹൈറ്റും ആണ്. അപ്പോൾ അത് ഏകദേശം ഒരു 3.25 ക്യൂബിക് ഫീറ്റ് ആണ് ഇതിന്റെ ഇപ്പോഴത്തെ അളവ് വരുന്നത്. പിന്നെ അതുപോലെ ഇതിന്റെ ചാർജറാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിന് കൂടെ വരുന്ന ചാർജർ. ഇത് 6 ആംപിയറിന്റെ ചാർജറാണ്. 67 വോൾട്ട് 60 വോൾട്ട് സിസ്റ്റമാണ് ഇത്. 6 ആംപിയറിന്റെ ചാർജർ. വലിയ വണ്ടിക്ക് 10 ആംപിയറിന്റെ ചാർജറാണ്. അതുപോലെ മറ്റേ വണ്ടി ചെറിയ വണ്ടിക്ക് ഈ സെയിം ചാർജർ തന്നെയാണ്, 60 വോൾട്ട് തന്നെയാണ് അതും. അപ്പോൾ ചെറിയ സ്കൂട്ടറും ഇതിനും ഒരേ ചാർജർ തന്നെയാണ് നമുക്ക്. അപ്പോൾ ഇതിന്റെ ചാർജിങ് പോർട്ട് ഇവിടെയാണ് വരിക. ഇവിടെയാണ് നമുക്ക് ഈ പിന്ന്, ഇതാണ് ഇതിനകത്ത് വരുന്ന കണക്ടർ വരുന്നത്. അത് നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ അമർത്തിയാണ് ഇതിൽ ചാർജ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഉയർത്തി വെച്ചാൽ നമുക്ക് ഇങ്ങനെ വെച്ച് ചാർജ് ചെയ്യാം. ഇതിൽ കണക്ട് ചെയ്താണ് ചാർജ് ചെയ്യേണ്ടത്. ഇതിന് ഏകദേശം ഒരു 4.5 മണിക്കൂർ സമയമാണ് ചാർജിങ്ങിന് വേണ്ടി വരുന്നത്. ഇത് 60 വോൾട്ടിൻ്റെ 30 എച്ച് ബാറ്ററിയാണ്. അപ്പോൾ 1.8 കിലോ വാട്ടാണ്. അപ്പോൾ ഒരു 1.8 യൂണിറ്റ് കറണ്ടാണ് ഇതിന് ആവശ്യം വരിക. ഇന്നലെ ആദ്യത്തെ ചാർജിങ് ചെയ്തപ്പോൾ ഇതിൽ 1.6 യൂണിറ്റ് ആണ് വേണ്ടി വരുന്നത്. കാരണം അത് ഫുള്ള് തീർന്നുണ്ടായിരുന്നില്ല, കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അതിന് വേണ്ടി വരിക 1.8 യൂണിറ്റ് ആണ് ഒരു ഫുൾ ചാർജിന് വേണ്ടി വരിക, 30 എച്ച് ബാറ്ററി ആയതുകൊണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു പവർഫുൾ ആയ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്. ഒരു DRL പോലെ ഒരു പാർക്ക് ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ, 4 സൈഡും ഇൻഡിക്കേറ്റർ. അതുപോലെ പുറകിൽ ബ്രേക്ക് ലൈറ്റും വരുന്നുണ്ട്, പാർക്ക് ലൈറ്റും ബ്രേക്ക് ലൈറ്റും. അപ്പോൾ അത് ഇതാണ് DRL ആയിട്ട് വരുന്നത്. DRL അല്ലെങ്കിൽ പാർക്ക് ലൈറ്റ് ആയിട്ട് അത് LED ടൈപ്പ് തന്നെയാണ്, സ്ട്രിപ്പാണ് വരുന്നത്. അതുപോലെ ഹെഡ്ലൈറ്റും ഇതിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ഹെഡ്ലൈറ്റും ആണത്. അത്യാവശ്യം നല്ല ലൈറ്റ് ഉള്ളത് തന്നെയാണ്. അതുപോലെ പിന്നെ ഇൻഡിക്കേറ്ററും ഹോണും ഇൻഡിക്കേറ്ററും നമ്മുടെ ആവശ്യത്തിന് വേണ്ട എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയുള്ള പൊസിഷനാണ്. നമുക്ക് സാധാരണ ഇരിക്കുന്ന പൊസിഷൻ ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം സൗകര്യമുള്ള പൊസിഷൻ തന്നെയാണ്. വേണമെങ്കിൽ കാല് മുകളിലേക്ക്, അത് ഫുഡ് റെസ്റ്റൊക്കെ ഒതുങ്ങിയ സ്ഥലത്തോടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കാല് മുകളിലും വെച്ചിരിക്കാം. അപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതലാണിത്. നമുക്ക് ഈ ബോർഡിൻ്റെ ഹൈറ്റ് കൂടെ ബാറ്ററി അകത്തുള്ളത് കൊണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഇരിക്കാൻ സൗകര്യം ഇങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ഇതിൽ മോഡ് നമുക്ക് 1, 2, 3 മോഡുണ്ട്. അപ്പോൾ ഫസ്റ്റ് മോഡ് ഇടുന്നു. ഇതിലിപ്പോൾ പാർക്കിംഗ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്ത് ഇപ്പോൾ പ്രസ് ചെയ്താൽ റിലീസ് ആവും. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്ത് വെച്ചാൽ ഒന്ന് അമർത്താൻ മാത്രമേ വേണ്ടൂ, അത് റിലീസായി. പിന്നെ അതിൽ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ പതുക്കെ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി മൂവ് ആവുകയാണ്, അങ്ങനെ മൂവ് ആവും. അതുപോലെ റിവേഴ്സ് എടുക്കണമെങ്കിൽ ഇവിടെ റിവേഴ്സ് ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി പുറകിലോട്ട് പോകും. അത് കൈവിട്ടാൽ പിന്നെ റിവേഴ്സ് പോയില്ല, പിന്നെ ഫ്രണ്ടിലേക്ക് തന്നെ പോവുള്ളൂ വണ്ടി. അപ്പോൾ അതങ്ങനെ ഓണാക്കി പിടിക്കുകയല്ല ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ടോർക്കാണ്, നല്ല പവറാണ്, പെട്ടെന്ന് സ്പീഡാവും വണ്ടി. നല്ല ബ്രേക്കും എല്ലാം നല്ല കണ്ടീഷൻ തന്നെയാണ്. വണ്ടി നല്ല ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ്. തീരെ വില പറഞ്ഞ ലോ ക്വാളിറ്റിയിലൊന്നും അല്ല അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല ഹെവിയാണ്, സ്ട്രോങ് ആണ് വണ്ടി. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ്.
അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.